ഹായ് കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എല്ലാം കൂടി ഉണ്ട് കേട്ടോ. ഗുഡ് നൈറ്റ് പറയേണ്ട സമയമായി. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും സുഖമാണോ? എന്തെടുക്കുക? നമ്മുടെ മീനുക്കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞാവയുടെ പേര് ആര്യനാട്ടോ. ആ കുഞ്ഞാവയുടെ അനിയൻ 7 മാസമായ അനിയനെ കൊണ്ട് അഡ്മിറ്റ് ആയേക്കണതാണ് നമ്മുടെ തൊട്ടടുത്ത് പെട്ടാട്ടോ. അപ്പോൾ അവൾ നമ്മുടെ മീനുക്കുട്ടിയായിട്ട് ഭയങ്കര കൂട്ടാണ്. അങ്ങനെ കൂട്ടുകൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ എടുക്കണമൊക്കെ അവൾ കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവൾ പറഞ്ഞു എന്നെയും വീഡിയോ എടുക്കണം, എനിക്കും വൈറലാവണം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാവ വന്നേക്കണതാണ് കേട്ടോ. നമുക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ വീഡിയോ 10-200 പേരെ കാണുള്ളൂ. നമുക്കെല്ലാം അറിയാമല്ലോ, കൊച്ചിനും അറിയില്ലല്ലോ. 10, 20, 30 ലൈക്ക് കിട്ടിയാൽ കൂടുതലും കിട്ടാറില്ലെന്ന് നമ്മുടെ കുഞ്ഞുവാവ അറിയുന്നില്ല. കുഞ്ഞാവ എന്നിട്ട് കുഞ്ഞാവ പറഞ്ഞു എനിക്ക് വൈറലാവണം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാവ വന്ന് ഓടിയേക്കണം കേട്ടോ. എന്നിട്ട് കുഞ്ഞാവ പറഞ്ഞു മീൻ ചേച്ചി എനിക്ക് എൻ്റെ കണ്ണ് വരച്ച് തരണമെന്ന് പറഞ്ഞിട്ട് മീനക്കൊച്ചിനോട് പറഞ്ഞ് കൊച്ച് വന്നേക്കണാണ്. അങ്ങനെ മീനക്കൊച്ചിന് കൈയാണെങ്കിൽ ഇന്ന് രാവിലെ കേട്ടോ, ഇന്ന് രാവിലെ ഇടത് കയ്യിലായിരുന്നു കുത്തിരുന്നത്. എന്നിട്ട് കുത്തിവെപ്പെടുമ്പോൾ വേദന അതുകൊണ്ട് വലത് കയ്യിലേക്ക് മാറ്റിയതാണേ. അങ്ങനെ വലത് കയ്യിൽ മാറ്റിയിട്ട് ഉച്ചയാകും മാറ്റി. എന്നിട്ട് വൈകുന്നേരം കുത്തിവെപ്പെടുത്തപ്പോൾ വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ആ കൈ കൊണ്ടുള്ള മെണ കാണാം കണ്ടോ. മീനക്കൊച്ച് ആദ്യം ദേഹമൊക്കെ കഴുകി ഉടുപ്പൊക്കെ മാറിച്ച് തല കഴുകിയില്ല, നല്ല ചുമയല്ലായിരുന്നോ, ശരിക്കും മാറിയിട്ട് കുളിപ്പിക്കാൻ ഓർത്തു. അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിച്ച് കഴിഞ്ഞപ്പോൾ മീൻകുട്ടി വന്നിട്ട് കണ്ണൊക്കെ എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് കൊച്ചിനും കണ്ണെഴുതണം. അങ്ങനെ കൊച്ച് കണ്ണെഴുതാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പാട്ടോ കാണുന്നത്. ആദ്യം കണ്ണടക്കില്ലായിരുന്നു, ഇങ്ങനെ കണ്ണ് തുറന്ന് കൊണ്ട് മീൻകുട്ടി കുറേ പ്രാവശ്യം തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും വിട്ട് കൊടുത്തതാട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേരെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എന്നാ വെച്ചാൽ കൊച്ചിന് വയ്യാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഇനി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം, വിഷമിക്കല്ലേ ഇതിനൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നന്ദിയുണ്ട്. കൊച്ചിന് കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അതിനും സപ്പോർട്ടായിരുന്നു, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വീഡിയോ ഇടാനും എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റൂ. ഫേസ്ബുക്കിൽ ഇപ്പോൾ എനിക്ക് $1 തന്നു തുടങ്ങി. $1 തന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ $1 തന്നു തുടങ്ങിയിട്ട് ഓരോ ദിവസം എനിക്ക് ഇങ്ങനെ പോയിൻറ്റുകളെ കയറുന്നുള്ളൂ. ഈ പോയിൻറ്റുകൾ കയറിയാലും ഒരു മാസം കൊണ്ട് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും പൈസ കിട്ടുവാണെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. എനിക്കറിയാം ഇതിനോട് പറ്റുന്ന രീതിയിൽ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. ഞങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യണം. നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇനി മെച്ചപ്പെടുത്താനുള്ള ശ്രമമുണ്ട്, അത് ശ്രമിക്കാം. ഇങ്ങനെ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അമ്മമാരോടും അച്ഛന്മാരോടും വഴക്കുണ്ടാക്കി ഈ കുഞ്ഞത്തേക്ക് ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമയൊക്കെ ചോദിക്കണം കേട്ടോ. ഞാൻ 2-3 മക്കൾ ഇച്ചിരിയൊക്കെ വലിയതൊക്കെ ആക്കിയാലും പക്ഷേ ഇപ്പം വന്ന് ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. വെച്ചാൽ ഓരോ അച്ഛനമ്മമാരെല്ലാം കഷ്ടപ്പെട്ട മക്കളെ വളർത്തുന്നത്. ഒരു കുഞ്ഞൊക്കെ 2 പിള്ളേരെ വെച്ചിട്ട് അഡ്മിറ്റായേക്കണ. ആ 2 പിള്ളേർ രാത്രി കഴിഞ്ഞ് തോർത്ത് കയറി ഇരുന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ. എന്നുവെച്ചാൽ അതുപോലെ ഉറക്കമൊക്കെ കളഞ്ഞ് അവർ കൂട്ടിയിരുന്ന് അവർ ചികിത്സിച്ചിട്ട് അസുഖമൊക്കെ ഭേദമാക്കി അവസാനം എന്നെ അച്ഛനും അമ്മയൊക്കെ കൊണ്ടാണ് ആശുപത്രി കളയുന്നു, ബോട്ടിൽ കളയുന്നു. അതൊക്കെ ചെയ്യാൻ മനസ്സിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒഴിവാക്കുക കേട്ടോ. നിങ്ങളൊക്കെ കാണണം, ഭയങ്കര കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് കുറച്ച് സ്റ്റാറിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റാർ പറ്റുന്ന സ്റ്റാർ ചെയ്യുക. പിന്നെ എന്നായിരുന്നു എങ്ങനെയാണ് ഈ മറന്നു ഓന്തല്ലല്ലോ, അർണയുടെ സ്വഭാവം. അത് അർണയുടെ സ്വഭാവം അല്ലേ. പിന്നെ ഉണ്ടല്ലോ പിന്നെയും മറന്നു വിട്.
പിന്നെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇതെടുത്ത് കൊണ്ടത് എൻ്റെ കൊച്ചിന് വയ്യാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് എൻ്റെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വന്നു. കുറഞ്ഞോ, കൊച്ചിന് ഇപ്പം എന്തുണ്ട്, കൊച്ചിന് കുറവായോ എന്നൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷം. അതൊക്കെ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ ഓർത്തില്ല. അങ്ങനെ എൻ്റെ മക്കൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ പോലും അന്വേഷിക്കാൻ ആൾക്കാരുണ്ടെന്ന് പോലും എനിക്കറിയാൻ മേലായിരുന്നു. സന്തോഷം. കൊച്ചിനെ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വൈറലാകാനുള്ള താരമാണ്. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് കയറ്റി വിടണം കേട്ടോ. വറയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടുണ്ടോ കുഞ്ഞാവാ? രാവിലെ ഞാൻ ഒരു ഫോട്ടോ ഇട്ടില്ലായിരുന്നു, കണ്ടായിരുന്നോ? ഇത് ഇവളുടെ കുഞ്ഞനിയും കിട്ടണം. കുഞ്ഞനിയും കിട്ടും. 7 മാസമായില്ല അവൾക്ക്. പിന്നെ ഈ വൈറൽ താരത്തെ ഒന്ന് വൈറലാക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെയും കൂടി വൈറലാക്കാനുള്ളതാണ്. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും വേണ്ടി നന്മകൾ നേർന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ സപ്പോർട്ടിന് ഓരോരുത്തർക്കും നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾക്ക് അസുഖം വരാതിരിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ചിരിച്ചേ പറഞ്ഞേ. എൻ്റെ വീഡിയോ വൈറലാക്കണം കേട്ടോ. പറഞ്ഞേ എൻ്റെ വീഡിയോ വൈറലാവണം. എയറിലാവാതെന്ന് പറഞ്ഞേരെ. എനിക്കൊരു ലൈക്ക് തരണം എന്ന് പറ. എനിക്കൊരു ലൈക്ക് തരണം. കമൻറ്റ് തരണം. കമൻറ്റ് തരണം. താങ്ക് യു കേട്ടോ. താങ്ക് യു. ഓക്കെ പറ. ഓക്കെ. ടാറ്റ.